ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. കാരണം മിലു ഇന്ന് മുതൽ പ്ലേ ഹൗസിൽ പോയി തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മിലുവിന് പ്ലേ ഹൗസിൽ വിടുന്നത്. പക്ഷേ മിലുവിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു. കാരണം മിലുവിന് അതിനുള്ള പ്രായമായില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ 2.5 വയസ്സ് വരെ അതിനെ കൊണ്ടെത്തിച്ച് 2.5 വയസ്സ് തികഞ്ഞപ്പോഴേക്കും നമ്മൾ പ്ലേ ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷനും എടുത്തു. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് 6:30 ആയപ്പോൾ തന്നെ എണീച്ചിട്ട് മിലുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കുക്ക് ചെയ്ത് പിന്നെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് 8:30 ആയപ്പോൾ മിലുവിനെ ഒന്ന് വിളിക്കുകയാണ് കേട്ടോ. മിലു തലേ ദിവസം സ്റ്റോറിയൊക്കെ റീഡ് ചെയ്ത് ഗ്രാൻഡ് പാരൻസ് എല്ലാം ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ കളിച്ച് കിടന്നപ്പോൾ ലേറ്റായി. അങ്ങനെ പതിയെ വിളിച്ചുണർത്തി ആളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഞാൻ വേറൊരു ഫ്രോക്ക് ഇട്ടു, പിന്നെ രണ്ടാമത്തേതാണ് കേട്ടോ ഇത്. മൂന്നാമത് ഇതുമല്ല, വേറൊന്നും ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. കാരണം എനിക്ക് മിലുവിനന്ന് ഒരുക്കിയിട്ട് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അവൾക്ക് ഉള്ള ഭംഗി പോലും ഇല്ലാത്തതുപോലെ തോന്നി. മുടി വരെ 2-3 വട്ടം അകത്ത് കെട്ടി. പാവം എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്ത് കൂടെ ഇരുന്ന് കേട്ടോ. അവൾ നല്ല എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ. കാരണം അഡ്മിഷൻ എടുക്കാൻ നേരത്തെ അവൾ സ്കൂളിൽ പോയായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ടോയ്സൊക്കെ പ്ലേ സ്റ്റേഷനൊക്കെ കുട്ടികൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാവും അവളും നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഒരുങ്ങി അവസാനം നമ്മൾ ഈ ഡ്രസ്സ് മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ട് കേട്ടോ. അപ്പോഴേക്കും മണി 9:30 കഴിഞ്ഞ്. പിന്നെ ഞാനും പോയി ഡ്രസ്സ് ചെയ്ത് ബാക്കിയുള്ള രീതിക്ക് മതിയെന്ന് ചിന്തിച്ച്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ അല്ലേ, കുറച്ചെങ്കിലും നേരത്തെ പോകണ്ടേ. അങ്ങനെ നമ്മൾ 9:30 കഴിഞ്ഞ ഉടനെ നമ്മൾ സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ, അവിടെ സ്കൂൾ വാനും വന്നതേ ഉള്ളൂ. അപ്പോൾ ചെന്ന ഉടനെ മിലുവിന് നമ്മളോട് വരണമെന്നൊരു ചെറിയ സൈഡ് വലിവുണ്ട്. കാരണം മിലുവിൻ്റെ ഗ്രാൻഡ് പാരൻസ് എല്ലാം ഉണ്ട്, ഇത്താടെ മോനുണ്ട്. അപ്പം നമ്മളോട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ടീച്ചർ പിടിച്ച് അവിടെ ഒരു റെയ്ഡിലിരുത്തി അതിനെ ഒന്ന് കറക്കി വിട്ടപ്പോഴേക്കും ആൾ നല്ല വൈബായി. അപ്പോഴേക്കും നമ്മളോട് പുറത്ത് നിന്നോളം വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഇന്ന് മിലു 1/2 മണിക്കൂർ മാത്രമേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 1/2 അവർ നമ്മളെല്ലാം കൂടെ സ്കൂളിൻ്റെ വെളിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. വെറുതെ വീട്ടിൽ പോയിട്ട് വരുന്നേക്കാളും നമ്മളെല്ലാം അവിടെ നിൽക്കാമെന്നുള്ള പ്ലാനിലായി. ഇതൊക്കെയാണ് കേട്ടോ മിലുവിൻ്റെ ഗ്രാൻഡ് പാരൻസ്. നമ്മളൊരു അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു ബറ്റാലിയൻ തന്നെ പോയി കേട്ടോ. ഇതാണ് കേട്ടോ മിലുവിൻ്റെ സ്കൂള്. സ്പ്രിംഗ് ബ്ലോസം എന്നാണ് സ്കൂളിൻ്റെ പേര്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പൂജപ്പുര കാട്ട് റോഡിലാണ് കേട്ടോ. നല്ല ക്വയറ്റ് ഏരിയ ആണ് കേട്ടോ മിലുവിൻ്റെ സ്കൂളുള്ള സ്ഥലമൊക്കെ. അപ്പോൾ മിലു ഒരു ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇറങ്ങി വരുവാണ് കേട്ടോ. പ്രിൻസിപ്പളിന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തുവിട്ട 2 സ്നാക്സും കഴിച്ചായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു. ഒരു 3/4 മണിക്കൂറിന് മുകളിൽ അവൾ ഇരുന്നു കേട്ടോ. അവസാനം ആളിന് പിന്നെ ഇറങ്ങണ്ടെന്നായി. തിരിച്ച് വീണ്ടും പോയി അവിടുത്തെ റെയ്ഡിലൊക്കെ കയറുവാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പ്രിൻസിപ്പാളിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് മിലുവിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഇനി ഗ്രാൻഡ് പാരൻസൊക്കെ പോയാൽ അവർ തിരിച്ചു വന്ന് ക്ലാസ് കാണലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചോദിച്ചിട്ട് അപ്പോൾ അവർ നമുക്ക് പെർമിഷൻ തന്ന് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. മിലുവിൻ്റെ ക്ലാസ് അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് റൂം കണ്ടപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയി. നല്ല ക്ലീനായിട്ടാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം നല്ല സെക്യൂർഡാണ് കേട്ടോ. എല്ലായിടും അവർ ഗ്രില്ലിട്ടിട്ടുണ്ട്. അവരുടെ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ വരെ അവർ ഗ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴേക്കും ക്ലാസ്സിൽ കുട്ടികളൊക്കെ സ്നാക്സ് കഴിക്കുന്ന ടൈമാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി എനിക്ക് ടോയ്ലറ്റൊക്കെ കാണിച്ചു തരികയാണ്. വാഷ്റൂം ഒരു കുട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അത് ഞാൻ പിന്നെ എടുക്കാത്തത്. പിന്നെ അവരുടെ ക്ലാസ്സിനോട് അറ്റാച്ചായി തന്നെ വേറൊരു പ്ലേ സ്റ്റേഷൻ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഡൈനിങ് ഏരിയയും കൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2-3 ഡിവിഷൻ പ്ലേ ഹൗസിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് ഉള്ളത് LKG UKG മാത്രമാണ്. അവസാനം വീട്ടിൽ പോകാമെന്ന് വിളിച്ചിട്ട് മിലു വരാത്ത അവസ്ഥയായി. പിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.